ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു എഗ് റോസ്റ്റ് റെസിപ്പി ആട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് മല്ലി, കുറച്ച് പെരുജീരകം, കുറച്ച് കുരുമുളക്, കുറച്ച് ചെറുജീരകം. എൻ്റെ കയ്യിൽ ചെറുജീരകം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പൊടിയായിരുന്നു കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ലേശം മസാലക്കൂട്ട്, ലേശം ഉലുവ. ഇതെല്ലാം ഒരു കടായി അടുപ്പിൽ വെച്ചതിന് ശേഷം അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ച് കൊടുക്കുക. ഈ മൂപ്പിച്ച് കൊടുക്കുന്ന ടൈമിലായിരുന്നു കേട്ടോ ഞാൻ ഈ ചെറുജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്കൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ പാർട്ടുകൾ എടുക്കാൻ പറ്റിയില്ല വീഡിയോ. അതുകൊണ്ട് നിങ്ങളോട് അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ വോയിസ് ആയിട്ട് അത് പറഞ്ഞു തരാം. ആദ്യം തന്നെ ഇത് നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഇതെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് വറ്റൽമുളക് ഇല്ലാത്തവർ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. എന്നിട്ടൊരു കടായി അടുപ്പിൽ വെച്ചതിന് ശേഷം കുറച്ച് എണ്ണയേക്കാൾ കൂടുതൽ നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിനകത്തോട്ട് കരിയാപ്പില ഇട്ട് കൊടുത്ത് സവാള ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതായത് സവാള നല്ലപോലെ വരണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അടിച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതായത് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ലപോലെ തന്നെ ആ അരപ്പൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നമ്മളൊരു 1.5 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ച് ഈ അരപ്പിനകത്തോട്ട് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ തിളച്ച് വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട, ഞാനിവിടെ ഒരു 5 മുട്ടയായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ നടുക്കൂടെ കീറി വേണം ഈ കറിയിൽ ഇട്ട് കൊടുത്ത് ഈ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി തിളപ്പിച്ചതിന് ശേഷം ഒരു കുറുകി വരുന്ന ഒരു പരുവം ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. അഥവാ ഒരു ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ചും കൂടി ഒന്ന് കുറുക്കിയെടുത്ത് ഒരു റോസ്റ്റ് പരുവം ആകുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യുക. ഇത് നല്ല ചൂട് പാലപ്പമോ അതേപോലെ ചപ്പാത്തിയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളി കറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോയിലെ മിസ്റ്റേക്സിന് സോറി ചോദിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ ഓൾ.